രക്ഷപ്പെടണം എന്നാണോ രക്ഷിക്കപ്പെടണം എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? രക്ഷപ്പെടണം എന്ന് ചിന്തിച്ചാൽ അതിനർത്ഥം ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകണം എന്നാണ്. വളരെ ഉയർന്ന ചിന്താഗതിയാണത്. രക്ഷിക്കപ്പെടണം എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അതിനർത്ഥം നിങ്ങളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ കൈപിടിച്ചുയർത്താൻ മറ്റാരോ വരും എന്ന പ്രതീക്ഷയിലാണ് നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത്. ആ പ്രതീക്ഷ വേണ്ട. കാരണം നിങ്ങളെ രക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതെ, നിങ്ങളെ രക്ഷപ്പെടുത്താനായി മറ്റൊരാളും ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുകയുമില്ല. വിജയത്തിന്റെ ആദ്യ പടി എന്നത് മനോബലമാണ്. പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാത്ത മനുഷ്യരില്ല. ആത്മബലം കൊണ്ടും ദുരിതങ്ങളെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ടും ഏറ്റവും മുകളിൽ എത്തി നിൽക്കുന്നവരെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അവർ കടന്നു വന്ന വഴികളെക്കുറിച്ച് നാം അന്വേഷിക്കാറേയില്ല. നമ്മൾ പലപ്പോഴും വീഴും, പക്ഷേ എഴുന്നേൽക്കണം. അവിടെയാണ് നമ്മുടെ വിജയം തുടങ്ങുന്നത്. ജനിച്ചു വീഴുന്ന എല്ലാ കുട്ടികളിലും ഓരോ പ്രത്യേകതരം കഴിവുകളും ഉണ്ടായിരിക്കും. കുട്ടികൾ വളരും തോറും അവരുടെ കഴിവുകളും വളരും. വളർന്നു കഴിഞ്ഞ കുട്ടികളെ അവരവരുടെ കഴിവുകൾ കണ്ടെത്താൻ ശ്രമിക്കണം. ചിലർക്ക് കലാരംഗത്തായിരിക്കാം, ചിലർക്ക് കായിക രംഗത്തായിരിക്കാം, മറ്റു ചിലർക്ക് കൃഷി സംബന്ധമായ കാര്യങ്ങളിലായിരിക്കാം. നമ്മുടെ കഴിവിനെ എങ്ങനെ നമ്മൾ തിരിച്ചറിയാമെന്ന് നോക്കാം. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിനും ശരീരവും ഇഴുകിച്ചേർന്ന് വളരെയധികം ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കുന്നു എന്ന് സ്വയം നിരീക്ഷിക്കുക. ചിലർക്ക് പാട്ട് പാടുമ്പോൾ, മറ്റു ചിലർക്ക് പുതിയ പുതിയ രീതിയിൽ പാചകം ചെയ്യുമ്പോൾ, ചിലർക്ക് പ്രശ്നങ്ങളിൽ പെട്ടുകിടക്കുന്നവരെ കൗൺസിലിംഗിലൂടെ സാന്ത്വനപ്പെടുത്തുമ്പോൾ. ഇങ്ങനെ ഏത് കാര്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടാകുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഒരിക്കൽ പോലും മടുപ്പ് തോന്നാതെ വീണ്ടും വീണ്ടും അക്കാര്യം ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രത്യേക കഴിവ് എന്ന് തിരിച്ചറിയുക. ആ കഴിവിനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരു നാൾ നമ്മൾ വിജയക്കൊടി പറപ്പിക്കും. നമ്മൾ സ്വയം രക്ഷിക്കാൻ പഠിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ ശക്തിയാണ്. നമ്മൾ രക്ഷിക്കാത്ത പക്ഷം മറ്റാരും അത് പൂർണ്ണമായി ചെയ്യുകയില്ല. നമ്മളെ മാനസികമായും ശാരീരികമായും തകർക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. സ്വന്തം മനസ്സിനെയും ശരീരത്തെയും കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആത്മാഭിമാനം സംരക്ഷിക്കുക, അതാണ് നമ്മുടെ യഥാർത്ഥ കവചം. നമ്മൾ സ്വയം സംരക്ഷിക്കുക എന്നത് ഒരിക്കലും സ്വാർത്ഥതയല്ല, അത് വിവേകമാണ്. സ്വയം വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരാണ് ജീവിതത്തിൽ മുന്നേറുന്നത്. നിങ്ങളുടെ അതിരുകളെ നിങ്ങൾ തന്നെ നിശ്ചയിക്കുക. അത് സ്വയം സംരക്ഷണത്തിന്റെ ആദ്യ പടിയാണ്. സ്വന്തം വില ഉയർത്തി കാണിച്ച ഒരു വെട്ടുക്കിളിയുടെ കഥ ഞാനിവിടെ പറയാം. നമ്മുടെ ഈ വെട്ടുക്കിളിക്ക് നന്നായി ഗിറ്റാർ വായിക്കാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തെ നല്ല രീതിയിൽ ആസ്വദിച്ച് ജീവിക്കുകയായിരുന്നു ആ വെട്ടുക്കിളി. ആഹാരം കഴിക്കുക, ഗിറ്റാർ വായിക്കുക, ആടിപ്പാടി നടക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു ദിവസവും ചെയ്തിരുന്നത്. അങ്ങനെയിരിക്കെ വേനൽക്കാലം വരവായി. ചെടികളും ഇലകളും ഒക്കെ കരിഞ്ഞു തുടങ്ങി. വെട്ടുക്കിളിക്ക് ആഹാരം കിട്ടാതെയായി. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് കുറെ ഉറുമ്പുകൾ നിരനിരയായി വായിൽ ആഹാരവുമായി പോകുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ വെട്ടുക്കിളി ഉറുമ്പിനോട് ചെന്ന് യാചിച്ചു, എനിക്ക് കുറച്ച് ആഹാരം തരുമോ എന്ന്. ഇത് കേട്ട ഉറുമ്പ് ചോദിച്ചു, ഇത്രയും നാൾ നീ എന്ത് ചെയ്യുകയായിരുന്നു? ആഹാരമൊന്നും ശേഖരിച്ചു വച്ചിട്ടില്ലേ എന്ന്. ഇല്ല എന്ന് വെട്ടുക്കിളി വിഷമത്തോടെ പറഞ്ഞു. വെട്ടുക്കിളിയുടെ വിഷമം കണ്ടപ്പോൾ ഉറുമ്പ് പറഞ്ഞു, എങ്കിൽ നീ ഞങ്ങളുടെ കൂടെ വാ. ഡെയിലി 100 അരിമണികൾ എടുത്തുകൊണ്ടുപോയി ഞങ്ങളുടെ റാണിയെ ഏൽപ്പിക്കണം. അങ്ങനെയെങ്കിൽ ദിവസവും 10 അരിമണികൾ നിനക്ക് കഴിക്കാൻ കിട്ടും എന്നും പറഞ്ഞു. വെട്ടുക്കിളിയെ ഉറുമ്പിന്റെ കൂടെ കൂട്ടി. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞുപോയി. ഇപ്പോൾ അധ്വാനത്തിന്റെ വില വെട്ടുക്കിളിക്ക് മനസ്സിലായെങ്കിലും ഈ ജോലി വെട്ടുക്കിളിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. വെട്ടുക്കിളി ചിന്തിച്ചു, ദിവസവും ഇങ്ങനെ ക്യൂവിൽ നിൽക്കാനും ആഹാരം ശേഖരിക്കാനും ആണെങ്കിൽ ഞാൻ ഉറുമ്പായി ജനിച്ചാൽ പോരെ? ഞാൻ എന്തിനാണ് വെട്ടുക്കിളിയായി ജനിച്ചത്? എന്തിനാണ് ഗിറ്റാർ വായിക്കാൻ പഠിച്ചത്? അപ്പോൾ എന്റെ ജീവിതം, എന്റെ ജോലി ഇതല്ല എന്ന് മനസ്സിലാക്കിയ വെട്ടുക്കിളി തന്റെ ഗിറ്റാറും എടുത്ത് ഉറുമ്പുകൂട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. ഇത് കണ്ട ഉറുമ്പ് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ജോലി ചെയ്തില്ല എങ്കിൽ നിനക്ക് ആഹാരം തരില്ല എന്ന് ഉറുമ്പ് ഒരു വാണിംഗ് കൊടുത്തു. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വെട്ടുക്കിളി പുറത്തേക്ക് പോയി. ഒരു മരത്തിന്റെ മുകളിലിരുന്ന് ഗിറ്റാർ വായിക്കുകയായിരുന്നു. അങ്ങനെ 2 ദിവസം പട്ടിണിയോടെ കടന്നുപോയി. 3-ാം ദിവസം മരത്തിലിരുന്ന് ഗിറ്റാർ വായിച്ചുകൊണ്ടിരുന്ന വെട്ടുക്കിളി താഴെ ഉറുമ്പുകൾ കൂട്ടം കൂട്ടമായി പോകുന്നതും ഇടയ്ക്കിടെ ഫാസ്റ്റായി പോകുന്നതും പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്ലോ ആയി പോകുന്നതും ശ്രദ്ധിച്ചു തുടങ്ങി. വെട്ടുക്കിളി ഗിറ്റാർ വായിക്കുന്നത് നിർത്തിയപ്പോൾ എല്ലാ ഉറുമ്പുകളും സ്ലോ ആയി. വീണ്ടും ഗിറ്റാർ വായിച്ചു തുടങ്ങിയപ്പോൾ ഉറുമ്പുകളെല്ലാം ഫാസ്റ്റായി പോകാൻ തുടങ്ങി. വെട്ടുക്കിളി പതുക്കെ മരച്ചില്ലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഒരു ഉറുമ്പിനോട് ചോദിച്ചു, എന്റെ ഗിറ്റാർ വായന നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന്. അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ മ്യൂസിക് കേൾക്കാൻ വളരെ ഇഷ്ടമാണ് എന്നും വല്ലാത്തൊരു ഉത്സാഹവും ഉന്മേഷവും
സന്തോഷവും തോന്നുന്നു എന്നും അതുകൊണ്ടാണ് ഞങ്ങൾ ഫാസ്റ്റായി ജോലി ചെയ്യുന്നതുമെന്നും പറഞ്ഞു. അത് കേട്ട വെട്ടുക്കിളി ഉറുമ്പുകളുമായി ഒരു ഡീൽ ഉറപ്പിച്ചു. എനിക്ക് നിങ്ങൾ ഓരോരുത്തരും ഓരോ അരിമണി വീതം തരാമോ? എങ്കിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഗിറ്റാർ വായിക്കാം എന്ന് പറയുകയുണ്ടായി. ആ ഡീൽ ഉറുമ്പുകൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഉറുമ്പുകളുടെ നിര എന്ന് പറയുന്നത് ഏകദേശം ഒരു 10,000-ഓളം ഉണ്ടായിരുന്നു. അപ്പോൾ ദിവസവും വെട്ടുക്കിളിക്ക് കിട്ടാൻ പോകുന്നത് 10 അരിമണികൾക്ക് പകരം 10,000 അരിമണികളാണ്. തന്റെ ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും നേടിയെടുത്തതാണ് ആ വിജയം. ഇങ്ങനെ ആകണം നമ്മൾ ഓരോരുത്തരും. സ്വന്തം നിലയും വിലയും ഉയർത്തി ജീവിതത്തിന്റെ ഉന്നതങ്ങളിൽ എത്തിച്ചേരണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.